സഫീറസിൻ്റെ ഒരു ചോദ്യം വെച്ചിട്ട് തുടങ്ങാൻ തോന്നുന്നു. സഫീറസ് ചോദിക്കുന്നത് ഈ ലോകകപ്പ് കിരീടങ്ങളുടെ എണ്ണം, അതായത് രാഷ്ട്രങ്ങൾ നേടിയ എണ്ണമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കളിയുടെ സൗന്ദര്യം. കുറച്ച് കപ്പുകൾ നേടിയിട്ടുണ്ടാവും, പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കളിച്ചിട്ടുണ്ടാവും. ഒരുപാട് കപ്പുകൾ നേടിയിട്ടുണ്ടാവും, പലപ്പോഴും നല്ല സുന്ദരമായ കളിയായിരിക്കും. ഇതിൻ്റെ ഈ ഫുട്ബോളിൻ്റെ മഹത്വം അളക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. അത് ഓരോ ആര് വിലയിരുത്തുന്നതനുസരിച്ചിരിക്കില്ല. ഇപ്പം എനിക്ക് ഞാൻ പൊതുജീവിതത്തിൽ ഞാൻ തീരെ ഒരു എക്സ്ട്രീമിസ്റ്റ് അല്ല ഒരു രീതിയിലും. പക്ഷെ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ ഞാനൊരു ഫണ്ടമെന്റലിസ്റ്റാണ്. ഇപ്പോൾ സോക്രട്ടീസ് പറഞ്ഞ പോലെ ബ്യൂട്ടി കംസ് ഫസ്റ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കെപ്പോഴും നല്ല ഫുട്ബോൾ കളിക്കുന്ന ടീംസിനോട് തന്നെയാണ് ഒരു സോഫ്റ്റ് സ്പോട്ട് ഉള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പണ്ടത്തെ ബ്രസീൽ ടീംസ്, 2000-കളിൽ കളിച്ച അർജന്റീന, പിന്നെ 2008 യൂറോ ജയിച്ച സ്പെയിൻ, അങ്ങനത്തെ ടീംസിനോടൊക്കെ ഒരു ഇത് തന്നെയാണ്. സഫീർ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 50 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ ഇന്നലെ കഴിഞ്ഞ സ്പെയിൻ അർജന്റീന കളി നോക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? വളരെ മനോഹരമായ ഫൈനൽ എന്നാണോ വിലയിരുത്തപ്പെടുക? നമ്മൾ പല ഫൈനലിനെ പറ്റിയും പറയുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു സഫീറിന് ദിലീപിന് ഇഷ്ടപ്പെട്ട ഒരു ഫൈനൽ കൂടി പറയാവുന്ന. കഴിഞ്ഞ തവണത്തെ ഭയങ്കര ഫൈനലായിരുന്നു ഖത്തറിൽ. 3-3 പെനൽറ്റിയിലേക്ക് പോണു, ഫ്രാൻസ് തിരിച്ചു വന്ന രീതി, അർജന്റീന ആദ്യം മുന്നോട്ട് പോണു. അപ്പം അതിലെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാവിധ ഡ്രാമ ഉണ്ടായിരുന്നു ഒരു നല്ല രീതിയിൽ. ഇന്നലെ നമ്മൾ കണ്ട ഡ്രാമ മുഴുവൻ ഒരു നെഗറ്റീവ് ഒരു ഇതായിരുന്നു. ഒരു എന്താ പറയുക, ഫിലിം നോർ എന്നൊക്കെ പറയണ പോലെ ആ ഒരു ടൈപ്പ് ഡ്രാമ ആയിപ്പോയി. അത് പക്ഷെ നമുക്ക് ഫുട്ബോൾ പിച്ചിൽ കാണണമെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരാഗ്രഹം ഇല്ലാത്തതാണ് അങ്ങനത്തെ കളി കാണാൻ. അപ്പം അത് അങ്ങനെ നോക്കുമ്പോൾ 50 കൊല്ലം കഴിഞ്ഞാലും ഞാനുണ്ടാവില്ല എവിടെ. പക്ഷെ കാണുന്നവർ അത് നിരാശയോടുകൂടി തന്നെ ആയിരിക്കും കാണുക. എന്താ വെച്ചാൽ നല്ലൊരു അർജന്റീന ടീമായിരുന്നു. അവരുടെ അടുത്ത് നിന്ന് ഇതിലും വളരെയധികം ആൾക്കാർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. സ്പെയിൻ്റെ റോഡ്രിയെ കുറിച്ചാണ് ആദ്യത്തെ ചോദ്യം. സ്പെയിൻ്റെ എക്കാലത്തെ മികച്ച കളിക്കാരുടെ കൂട്ടത്തിൽ റോഡ്രിയെ നിങ്ങൾ എവിടെയാണ് ഉൾപ്പെടുത്തുക? അതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. എന്താ വെച്ചാൽ ഇത് സ്പാനിഷ് ഫുട്ബോൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് സാധാരണ അറ്റാക്കിങ് കളിക്കാരുടെ ഒരു ചരിത്രമാണ്. 60കളിൽ പാക്കോ ജെൻറ്റോ തൊട്ട് തുടങ്ങി, പിന്നീട് ബുട്രിഗ്വേനോ 80കളിൽ, റൗൾ, ടോറസ്, വിയ, പിന്നെ മികച്ച കുറേ മിഡ്ഫീൽഡേഴ്സ്, ഡിഫൻഡേഴ്സും ഉണ്ടായിട്ടുണ്ട്. ഇയറോ, പുയോൾ, റാമോസ്, ഇവരൊക്കെ. പക്ഷെ ആദ്യ ആൾക്കാർക്ക് മിക്കവാറും ഓർമ്മ വരിക മിഡ്ഫീൽഡേഴ്സ് ആയിരിക്കും, ചാവി, ഇനിയസ്റ്റ, ആ ഒരു കൂട്ടം കളിക്കാർ. എൻ്റെ അഭിപ്രായത്തിൽ റോഡ്രി ആ ക്ലാസ് തന്നെയാണ്. പക്ഷെ വളരെ വ്യത്യസ്തമായ, നമ്മൾ പെട്ടെന്ന് സ്പാനിഷ് ഫുട്ബോളിനെ പറ്റി ആലോചിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറെ പറ്റിയിട്ടല്ല നമ്മൾ ചിന്തിക്കുക. പക്ഷെ ആ ക്ലാസ് തന്നെയാണ് റോഡ്രി, ആ ഇൻഫ്ലുവൻസ് വെച്ച് നോക്കുമ്പോൾ. ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് ചോദിക്കുന്നത്, സാവി, ഇനിയസ്റ്റ ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലത്തെ സ്പാനിഷ് ടീമിനേക്കാളും മികച്ചതാണോ ഇപ്പോഴത്തെ ടീം എന്നാണ്? അത് ബുദ്ധിമുട്ടാണ് പറയാൻ. എന്താ വെച്ചാൽ എനിക്ക് ഈ തലമുറകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വലിയ താല്പര്യമില്ല. പക്ഷെ 2008-ത്തെ സ്പെയിൻ ടീം, യൂറോ ജയിച്ച സ്പെയിൻ ടീം ഇത്ര തന്നെ മികച്ച ടീമായിരുന്നു. അവർക്കും എല്ലാം ഉണ്ടായിരുന്നു. അവർ ബോൾ കീപ്പ് ചെയ്യും, അവർ കൗണ്ടർ അറ്റാക്കിലും മിടുക്കന്മാരായിരുന്നു. ഗോൾ അടിക്കണ 2 ടോപ്പ് സ്ട്രൈക്കേഴ്സ്, ടോറസും വിയും. ഈ ടീമിന് അതില്ല ശരിക്കും. ഒയാസബാൽ ഗോൾ അടിക്കാറുണ്ട്, പക്ഷെ ആ ഒരു ക്വാളിറ്റി ഉള്ള സെൻറ്റർ ഫോർവേഡ് ഒരിക്കലും ഒരു ഡേവിഡ് വിയ അല്ലെങ്കിൽ ടോറസ് ലെവലിലാണ് ഒയാസബാൽ എന്ന് ഞാൻ പറയില്ല. പക്ഷെ ബാക്കി പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ആ 2008 ജയിച്ച യൂറോ ജയിച്ച അത്ര തന്നെ നല്ല ടീമാണിത്. ഇന്നലെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും ഒരു നല്ല സ്ട്രൈക്കർ ഇല്ലാത്തതിന്റെ ഒരു അവസരങ്ങൾ സ്ട്രൈക്കർ പാഴാക്കിയത് മാത്രമല്ല, പലപ്പോഴും ഇപ്പൊ യമാലായാലും ഡാനി ഓൾമോല ഫൈനൽ പാസും തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അടയാളപ്പെടുത്തുക കാലമേ, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. പക്ഷെ ബ്ലോക്കുകളെ വകഞ്ഞു മാറ്റിയത് ഗോൾ. കളിയിൽ മാത്രമല്ല, ഹൃദയത്തിന്റെ ബ്ലോക്ക് മാറ്റൂ, ജീവിതത്തിൽ വിജയിക്കൂ. BKCC ഹാർട്ട് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. കോൺടാക്ട് 9746722922. ഹരീഷിന്റെ ചോദ്യം, ഫുട്ബോളിലെ ആർക്കും തൊടാൻ പറ്റാത്ത അത്രയും വിജയങ്ങളുള്ള റയൽ മാഡ്രിഡ്, ബാഴ്സലോണ തുടങ്ങിയ ലോകോത്തര ക്ലബ്ബുകളും മികച്ച ഫുട്ബോൾ പാരമ്പര്യവും ഉണ്ടായിട്ടും ഒരു കാലത്തും സ്പെയിൻ ദേശീയ ടീം അന്താരാഷ്ട്ര വേദികളിൽ വലിയ പരാജയമായിരുന്നു.
റൗൾ ഉൾപ്പെടെയുള്ള താരങ്ങൾ ക്ലബിനോടുള്ള അത്രയും കൂറ് ദേശീയ ടീമിനോടില്ല എന്ന വിമർശനം നേരിട്ടു. എൽ ക്ലാസിക്കോ വൈര്യം മാത്രമേ ഉള്ളൂ, സ്പെയിൻ എന്ന വികാരം ഇല്ല എന്ന സംസാരങ്ങൾ ഉയർന്നു. ഒരു ലോകകപ്പ് പോലും ഇല്ലാതിരുന്ന ആ പഴയ സ്പെയിൻ പിന്നീട് ലോക ഫുട്ബോളിനെ ഭരിക്കുന്ന ഒരു ചാമ്പ്യൻ ടീമായി മാറിയത് എങ്ങനെയാണ്? ഈ വലിയ പരിവർത്തനത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? രണ്ട് കാര്യങ്ങൾ. ഒന്ന് അവരുടെ യൂത്ത് സിസ്റ്റം. അതിപ്പോ നമ്മൾ കാണുന്നുണ്ട്. ഡെൽഫിയോന്റെ ഒരു യൂത്ത് കോച്ചായിരുന്നു. ഇപ്പൊ ഈ ടീമിലത്തെ പല കളിക്കാർ, ഇപ്പൊ അതിലത്തെ സീനിയർ ആയിട്ടുള്ള സൂബിമെൻഡി അങ്ങനത്തെ കളിക്കാർ തൊട്ട് ചെറുപ്പക്കാരായിട്ടുള്ളവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് യൂത്ത് ലെവലിൽ. അപ്പൊ അത് ആ ഒരു കണ്ടിന്യൂറ്റി എന്തായാലും ഉണ്ട്. പിന്നെ അവർ കളി അപ്രോച്ച് ചെയ്യണ രീതി, ഈ പണ്ടെപ്പോഴും ടീമിന്റെ പേര് ലാ ഫ്യൂറിയ റോഹ എന്നായിരുന്നു, ദ റെഡ് ഫ്യൂറി. പക്ഷെ ഈ ഫ്യൂറി വെച്ച് നിങ്ങൾക്ക് ഫുട്ബോൾ മാച്ച് ജയിക്കാൻ പറ്റില്ല. കാർഡ് കുറെ വാങ്ങും, കളികൾ തോൽക്കും. ഈ ഫ്യൂറി മാറി വാശി വേണം, വൈരാഗ്യം പാടില്ല. അതാണ് ആ ഒരു സ്പാനിഷ് ഫുട്ബോളിന് എപ്പോഴും ആ ഒരു ഈ ഫൗൾ ചെയ്യേണ്ട ഒരു ടെൻഡൻസി, കാർഡ് വാങ്ങുക, റെഫറിയോട് വർത്താനം പറഞ്ഞ് കാർഡ് വാങ്ങുക, ആ ഒരു ശൈലി എപ്പോഴും ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് 80കളിലൊക്കെ. എത്ര നല്ല കളിക്കാരുണ്ടെങ്കിലും ആ സെൽഫ് ഡിസ്ട്രക്ട് ബട്ടൺ പ്രസ് ചെയ്യുന്ന ഒരു ടീമായിരുന്നു. ആ അപ്രോച്ച് മാറിയത് കുറെ ആരഗോണസ്, ഡെൽബോസ്കി, ആ രണ്ട് കോച്ചസ് വന്നിട്ട് കുറേയും കൂടി ഒരു ശാന്തത വന്നു. അവർക്ക് അവരുടെ ഫുട്ബോൾ മികവ് എന്താന്ന് മനസ്സിലായി, അതനുസരിച്ച് കളിക്കാൻ തുടങ്ങി. ബാക്കി എക്സ്റ്റേണൽ ഈ ഫൗളിങ്, അത് ഇപ്പോഴും ഫൗൾ ചെയ്യും, പക്ഷെ ടാക്ടിക്കലായിട്ട് കാർഡ് വാങ്ങാനുള്ള ഫൗളല്ല. അപ്പൊ അത് കാരണം ആ ഒരു മാറ്റാണ് പ്രധാനമായിട്ട് കഴിഞ്ഞ 20 കൊല്ലത്തിൽ. പിന്നെ അതിന്റെ കൂടെ തന്നെ ആ യൂത്ത് ഡെവലപ്മെന്റ്. ഇപ്പൊ കളിക്കാർ തന്നെ ടീമിനെ പറ്റി പറയാ ലാ റോഹ എന്ന് മാത്രമേ പറയുള്ളൂ. ആ ഫ്യൂറിയ എന്നുള്ളത് അവർ തന്നെ മാറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിനൊരു പ്രസക്തി ഇല്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അടുത്തത് മുഹമ്മദ് ജിഷാന്റെ ചോദ്യം മെസ്സിയെ കുറിച്ചാണ്. മെസ്സി ഈ ലോകകപ്പിലെ ഗോൾഡൻ ബോൾ അർഹിച്ചിരുന്നില്ലേ? മെസ്സി ഇല്ലാതെ ഈ ടീം ഫൈനൽ വരെ എത്താൻ സാധ്യത ഉണ്ടായിരുന്നില്ലല്ലോ. മെസ്സിക്ക് 8 ഗോളും 4 അസിസ്റ്റും ഒരുപാട് ചാൻസുകളും ക്രിയേറ്റ് ചെയ്തു. റോഡ്രിയുടെയും മെസ്സിയുടെയും കോൺട്രിബ്യൂഷൻസ് ഒന്ന് താരതമ്യം ചെയ്യാമോ? വിഷമല്ല, രണ്ട് വളരെ വ്യത്യസ്തമായ കളിക്കാർ. ഒരാള് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ, മറ്റാള് ഒരു അറ്റാക്കിംഗ് പ്ലെയർ. മെസ്സിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പ്രത്യേകിച്ചും അറ്റാക്കിംഗ് ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാത്തൊരു കളിക്കാരനാണ്. പക്ഷെ ഇതിപ്പോ ഒരു ടീം ലോകകപ്പ് നേടി, അത് അവർക്ക് 14 ഗോൾ അടിച്ച് 1 മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ 8 മാച്ചിൽ. ആകെ 10 ഷോട്ട് മാത്രം ഫേസ് ചെയ്തു 8 മാച്ചിൽ. അതിനൊരു പ്രധാന കാരണം റോഡ്രി എന്ന ഒരു ഡിഫെൻസീവ് സ്ക്രീനാണ്. പലപ്പോഴും ബോൾ ഡിഫൻഡേഴ്സിന്റെ അടുത്ത് എത്തണ പോലും ഇല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മെസ്സിക്ക് അർജന്റീനയുടെ മേധ എത്ര സ്വാധീനമുണ്ട്, അത്ര തന്നെ റോഡ്രിക്ക് ഈ സ്പെയിനിന്റെ കളിയിലും ഉണ്ടായിട്ടുണ്ട്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഗോളും അസിസ്റ്റും മാത്രമല്ല, അതിപ്പോ സ്പെയിൻ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പൊ അർജന്റീനയുടെ അത്ര ഗോൾ അടിച്ചിട്ടില്ല അവർ ഈ ലോകകപ്പിൽ. പക്ഷെ അവർക്ക് വേറെ ഒരു ടീമിനും കഴിയാൻ പറ്റാത്ത പോലെ കളികൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഏറ്റവും നല്ല ടീംസിനെതിരെ, പോർച്ചുഗൽ ആയാലും അവർ തന്നെയാണ് കളി കൺട്രോൾ ചെയ്തത്. ഫ്രാൻസിനെ കംപ്ലീറ്റ് ആയി ഡോമിനേറ്റ് ചെയ്തു. അർജന്റീനയ്ക്ക് ഒരു ഷോട്ട് പോലും ഓൺ ടാർഗറ്റ് ഇല്ല 130 മിനിറ്റായിട്ട് കളിച്ചിട്ട് പോലും. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു കഴിവ് വേണം ശരിക്കും. അപ്പൊ അത് കണ്ടിട്ട് തന്നെയാണ് ഗോൾഡൻ ബോൾ കൊടുത്തിട്ടുള്ളത്. അടുത്തത് മെസ്സിയുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. ബാഴ്സലോണ കരിയർ അവസാനിച്ചതിന് ശേഷം അർജന്റീനയ്ക്ക് വേണ്ടി കൂടുതൽ ട്രോഫികൾ വിജയിക്കാൻ മെസ്സിക്ക് സാധിച്ചു. 2021 കോപ്പ അമേരിക്ക വിജയിച്ചതിന് ശേഷമാണ് മെസ്സി ബാഴ്സയിൽ നിന്ന് മാറുന്നത്. അതിനുശേഷം 2022 ലോകകപ്പ്, 2024 കോപ്പ അമേരിക്ക അർജന്റീന നേടി. മെസ്സിയുടെ അന്താരാഷ്ട്ര കരിയറിന് ബാഴ്സ വിട്ടത് ഉപകാരമായെന്ന് തോന്നുന്നുണ്ടോ? PSG നിന്ന് അമേരിക്കയിലേക്ക് പോയത് ഈ ലോകകപ്പിൽ ഗുണം ചെയ്തോ? രണ്ട് നീക്കങ്ങളും ഗുണം ചെയ്തിട്ടേ ഉള്ളൂ. എന്ന് വെച്ചാൽ ബാഴ്സലോണയിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ലോകത്തെ ഏറ്റവും വലിയ 3-4 ക്ലബ്സിൽ ഒന്നാണ്. അപ്പൊ നിരന്തരമായിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രഷർ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ മാച്ചും ജയിച്ചേ പറ്റുള്ളൂ. നിങ്ങളൊരു ബാഴ്സലോണ അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് അല്ലെങ്കിൽ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് നിന്നുള്ള പ്രതീക്ഷ അതാണ്, എല്ലാ കളിയും നിങ്ങൾ ജയിച്ചോളണം. പിന്നെ ആ ലീഗിൽ കളിക്കാൻ ഒരു ഇന്റൻസിറ്റി ഉണ്ട് കളികൾക്ക്. അതേ ടീം ചാമ്പ്യൻസ് ലീഗിലും 13, 15, 17 മാച്ചൊക്കെ കളിക്കണം. അപ്പൊ അതൊരു പ്രായമായ കളിക്കാരന് അത് ഭയങ്കര ഒരു വർക്ക് ലോഡ് തന്നെ. അത് പലർക്കും അത് താങ്ങാൻ പറ്റില്ല.
ഫ്രഞ്ച് ലീഗിലേക്ക് പോകുമ്പോൾ അത് ഒരു കുറച്ചൊരു ഡ്രോപ്പ് തന്നെയാണ് ലാ ലീഗ കഴിഞ്ഞാൽ. ചില കളികളിലൊന്നും നമുക്ക് ഫുൾ ഒരു മെസ്സിയുടെ അത്ര കഴിവുള്ള ഒരു കളിക്കാരന് 70% കളിച്ചാലും കളി ജയിക്കാൻ പറ്റും, ഗോൾ അടിക്കാൻ പറ്റും. MLS അതിലും ഒരു സ്റ്റെപ്പ് താഴെയാണ്. 50% കളിക്കുന്ന ഒരു മെസ്സിക്ക് കൂടി ഒരു കളി കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആ എന്താ പറയുക, ഒരു ഫിസിക്കൽ എക്സേഷൻ ആ ലെവല് കുറെ താണു ബാഴ്സലോണ വിട്ടപ്പോൾ. അപ്പം അത് കാരണം തനിക്ക് കരിയർ നീട്ടി കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ബാഴ്സലോണയിലാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് 39 വയസ്സ് വരെ എത്തില്ലായിരുന്നു. പക്ഷെ ഇതൊന്നും അങ്ങനെ ഒരു പ്ലാൻഡ് തീരുമാനങ്ങളായിരുന്നു എന്ന് പറയാൻ പറ്റും. അല്ല, ബാഴ്സലോണ ആഗ്രഹമില്ലാതെ വിട്ടതാണ്, അത് ഉറപ്പാണ്. അവർക്ക് പൈസ ഇല്ലാതെയായി. ഈ ഇപ്പൊ PSG കൂടെ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കൂടെ അവർ കൊടുക്കണ ശമ്പളങ്ങൾ കൊടുക്കാൻ നോക്കി ക്ലബ്ബ് മുടിഞ്ഞു പോയ ഒരു സ്ഥിതി എത്തിയതാണ്. അപ്പൊ ഒരു നിവൃത്തി ഇല്ലാതെയാണ് അവർ മെസ്സിയെ വിട്ടത്. PSG പിന്നെ അവിടെ എന്തോ മെസ്സിക്ക് ബാഴ്സലോണ വിട്ടിട്ട് ഒരിക്കലും അങ്ങനത്തെ ഒരു അന്തരീക്ഷം ആയിരുന്നില്ല പാരീസിൽ. അവിടെ മറ്റേ എംബാപ്പയും മെസ്സിയും തമ്മിൽ ഈഗോ ക്ലാഷ് ഞാൻ പറയില്ല, പക്ഷെ ടീമിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ ആരാണെന്ന് എപ്പോഴും ബാക്കി കളിക്കാർ തമ്മിൽ തന്നെ ഒരു ചർച്ചയായിരുന്നു. അപ്പൊ അങ്ങനെ അത് മാത്രം ഒരു നല്ല അന്തരീക്ഷമായിരുന്നില്ല. അതാണ് അവിടെ ചാമ്പ്യൻസ് ലീഗ് ഒന്നും ജയിക്കാതിരുന്നത്. രാഹുൽ നാരായണന്റെ ചോദ്യം: ഡേവിഡ് ബെക്കാം അമേരിക്കൻ ഫുട്ബോളിൽ വന്നത് മുതൽ തുടങ്ങിയ ആ ഫുട്ബോൾ മാർക്കറ്റിന്റെ വളർച്ച മെസ്സിയുടെ വരവോടെ വേറെ ഒരു തലത്തിൽ എത്തിയിരിക്കുകയാണ്. അമേരിക്കയിൽ ഫുട്ബോളിന്റെ വളർച്ച ജനപ്രീതിയിൽ അടുത്ത 10 വർഷത്തിൽ എവിടെ എത്തും? പുതിയ താരങ്ങൾ എത്തുമോ? കൂട്ടിച്ചേർക്കുന്നത്, ഇതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദിയിൽ വന്നത് ഏഷ്യൻ ഫുട്ബോളിന് എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടോ? ബെക്കാം മെസ്സി പാറ്റേൺ പോലെ ഒരു ഫുട്ബോൾ തരംഗം ഏഷ്യയിൽ സൃഷ്ടിക്കാൻ സാധിക്കുമോ? സൗദിയിലത്തെ ഇത് പറയാനായിട്ടില്ല. ഇതിപ്പോ ബെക്കമിന്റെ ചോദ്യം ചോദിച്ചാൽ അത് 19 കൊല്ലം മുമ്പായിരുന്നു ബെക്കം LA ഗാലക്സിയിലേക്ക് പോണത്. 2007 തോന്നുന്നു. അപ്പൊ അതിനുശേഷം വേറെ പലരും, ഇപ്പൊ സ്റ്റീവൻ ജെറാർഡ്, വെയിൻ റൂണി, ഡേവിഡ് വിയ അവിടെ പോയി. മെക്സിക്കോന്റെ കാർലോസ് വെല വളരെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരനായിരുന്നു MLS-ന്റെ ചരിത്രത്തിൽ. അപ്പൊ അങ്ങനെ സൗത്ത് അമേരിക്കയിൽ നിന്ന് കുറെ നല്ല കളിക്കാർ ഇപ്പൊ അവിടെ പോയി കളിക്കുന്നുണ്ട്. അപ്പൊ അതൊരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു വളർച്ചയാണ്. പിന്നെ MLS ഇപ്പൊ ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയ ഒരു ലീഗല്ല, ഇപ്പൊ 30 കൊല്ലമായി. അപ്പൊ അതും സൗദി ആയിട്ട് കമ്പയർ ചെയ്യാൻ സമയമായിട്ടില്ല. സൗദിയിലേക്ക് ഇപ്പൊ ടോപ്പ് പ്ലേയേഴ്സ് പോകാൻ തുടങ്ങിയിട്ട് 3 കൊല്ലമേ ആവുള്ളൂ. റൊണാൾഡോ ആണ് ഒരു വേവ് പോലെ തുടങ്ങിയത്. അത് ഇനി റൊണാൾഡോ വിട്ട് കഴിഞ്ഞാൽ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ഇപ്പൊ ഇതേ ഒരു മോഡൽ ചൈന ശ്രമിച്ചതാണ്. അത് വളരെ വലിയ രീതിയിൽ പരാജയപ്പെട്ടു. ക്ലബ്സ് ഒക്കെ ബാങ്ക്രപ്റ്റായി, റെലിഗേറ്റഡ് ആയി, അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ഇപ്പൊ. അപ്പൊ MLS-ന് ആ ഒരു എന്താ പറയുക, അത് സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു ഫാൻ ബേസ് ഉണ്ട്. ഇപ്പൊ അമേരിക്കയിലത്തെ ടോപ്പ് സ്പോർട്ട് ആയിരിക്കില്ല, ഒരു കമേഴ്ഷ്യൽ ഇതിൽ പാർട്ടിസിപ്പേഷൻ ഇതിലൊരു ടോപ്പ് സ്പോർട്ടാണ്. പക്ഷെ എന്നാലും ഓരോ ഈ ഡയസ്പോറ പോപ്പുലേഷൻ കാരണം കുറെ സൗത്ത് അമേരിക്കൻസ് ഉണ്ട്, കുറെ മെക്സിക്കൻസ് ഉണ്ട്, കുറെ ഏഷ്യൻസ്, ആഫ്രിക്കയിൽ നിന്ന് റൂട്ട്സ് ഉള്ള കുറെ പേരുണ്ട്. അപ്പൊ ഇവരൊക്കെ കളി കാണാൻ പോവുക. അതിപ്പോ സിയാറ്റിലായാലും മയാമിയിലായാലും അറ്റ്ലാന്റയിലായാലും ഈ കളികൾക്കൊക്കെ ആൾക്കാർ പോവും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു കൾച്ചർ അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അടുത്ത അമൽ ഭാർഗവിന്റെ ചോദ്യം: സെമിയിൽ പുറത്തായ ഫ്രാൻസ് ടീം ചരിത്രത്തിൽ ലോകകപ്പ് നേടാത്ത മികച്ച ടീമുകളുടെ പട്ടികയിൽ ഉണ്ടാവുമോ? 74-ലെ നെതർലൻഡ്സ്, 82-ലെ ബ്രസീൽ, 86-ലെ ഫ്രാൻസ് ആ പട്ടികയിലേക്ക് വരുമോ? ഇല്ല. എന്താ വെച്ചാൽ അവര് തോറ്റ 2 കളിയെല്ലാം അത്രയും മോശമായി തോറ്റത് കാരണം, പ്രത്യേകിച്ച് സെമി, 3-ാം സ്ഥാനത്തേക്കുള്ള കളി ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അവരും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന് വളരെ ഉറപ്പായിരുന്നു നമുക്ക് ആ ടീം ഷീറ്റ് കാണുമ്പോൾ തന്നെ. എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഈ നമ്മൾ പലപ്പോഴും ഓരോരുത്തർ കുടുംബസംഗമത്തിനൊക്കെ പോകുമ്പോൾ നിങ്ങളാരാന്ന് ചോദിച്ചിട്ട് പറഞ്ഞ, ഇത് മുമ്പ് ഒരിക്കലും ഒരുമിച്ച് കളിക്കാത്ത 4 ഡിഫൻഡേഴ്സ് ഒരു ഗോൾ കീപ്പറും വെച്ച് കളിച്ചാൽ 6-4 തന്നെ ആയിരിക്കും റിസൾട്ട്. അപ്പം അത് ഞാൻ അത്ര ഇതായിട്ട് നോക്കുന്നില്ല. പക്ഷെ സെമി ഫൈനലിൽ അവർ വളരെ മോശം പ്രദർശനമായിരുന്നു സ്പെയിനിൻ്റെ എതിരെ. അപ്പോൾ ഒരു ഹാർഡ് ലക്ക്. ഇപ്പോൾ ബ്രസീൽ 1982 അവർ വളരെ നല്ല രീതിയിൽ കളിച്ചിട്ടാണ് തോറ്റത് ഇറ്റലിയോട്. നെതർലൻഡ്സ് അതേപോലെ ആ ടൂർണമെന്റ് മുഴുവൻ നന്നായി കളിച്ചിട്ട് ജർമ്മനിയോട് ഫൈനലിൽ തോൽക്കുന്നു. അങ്ങനെ ആ ഒരു ലെവൽ എത്തിയെന്ന് പറയാൻ പറ്റില്ല. ലൂസേഴ്സ് ഫൈനലിന്റെ ഒരു പ്രസക്തിയെ കുറിച്ചാണ് സൂരജ് ഉദയോത്തിന്റെ ചോദ്യം:
ലോകകപ്പിന്റെ ഒരു ആവേശവും ഇല്ലാത്ത, ഒരു തരത്തിൽ ലോകകപ്പിൽ മത്സരിക്കാൻ ടീമുകൾ വരുമ്പോൾ അവർക്കുണ്ടാവുന്ന ലോകകപ്പ് നേടുക എന്ന ലക്ഷ്യബോധം കളിക്കുന്ന രണ്ട് ടീമുകൾക്കും ഇല്ലാത്ത ലോകകപ്പിലെ ഏക മത്സരം ലൂസേഴ്സ് ഫൈനൽ ആണ്. അത് നടത്തുന്നതും അതിലെ കണക്കുകൾ ഗോൾഡൻ ബൂട്ട് അവാർഡ് നിശ്ചയിക്കുന്നതിലും പരിഗണിക്കുന്നതിലും ഒരു ശരികേടില്ലേ? മൂന്നാം സ്ഥാനക്കാർക്കുള്ള സമ്മാനത്തുക നൽകാൻ ഒരു ടീമിനെ കണ്ടെത്തേണ്ടതുണ്ട് എന്നാണെങ്കിൽ ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെട്ട 4 ടീമുകൾക്കും ഒരേ സമ്മാനത്തുക നൽകുന്നത് പോലെ സെമിയിൽ പരാജയപ്പെടുന്ന 2 ടീമുകൾക്കും വെങ്കല മെഡൽ നൽകാവുന്നതല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഗോൾ അടിസ്ഥാനത്തിലോ മറ്റോ മൂന്നാം സ്ഥാനക്കാരെ കണ്ടെത്താവുന്നതുമാണ്. നേരത്തെ നിശ്ചയിക്കപ്പെട്ട കളികളിൽ ലോകകപ്പ് ആവേശം ഒട്ടുമില്ലാത്ത ഒരേയൊരു കളി ലൂസേഴ്സ് ഫൈനൽ ആയതിനാൽ ആ മത്സരം നടത്തുന്നതിലും ആ കളിയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിഗണിക്കുന്നതിലും ഒരു അപാകതയില്ലേ? തീർച്ചയായിട്ടും എനിക്കൊരിക്കലും അതിനായിട്ട് യോജിപ്പില്ല. ഈ ലൂസേഴ്സ് ഫൈനലിൽ അടിച്ച ഗോളുകൾ അല്ലെങ്കിൽ അസിസ്റ്റ്, ഈ ഗോൾഡൻ ബോൾ ഇതിലൊക്കെ കാൽക്കുലേഷൻസിലൊക്കെ കൊണ്ടുവരുന്നതിൽ എന്താ വെച്ചാൽ ഒരു പ്രഷറും ഇല്ലാതെ കളിക്കുന്ന ഒരു കളിയാണ്. ഇത് ആർക്കും കളിക്കേണ്ട ഒരു കളിയല്ല. എല്ലാവരും പല കളിക്കാരും ഇത് പണിഷ്മെന്റ് ആയിട്ടാണ് കളിക്കുന്നത്. ഇപ്പൊ ഫ്രാൻസ് കളിച്ചത് തന്നെ എംബാപ്പയ്ക്ക് ഗോൾഡൻ ബൂട്ട് കിട്ടാൻ വേണ്ടി കളിച്ച പോലെയായിരുന്നു. എല്ലാ പാസും എംബാപ്പയ്ക്ക് കൊടുക്കുക, ഏകദേശം എല്ലാ ഷോട്ടും എംബാപ്പ എടുക്കുക, അങ്ങനത്തെ ഒരു രീതിയിലത്തെ കളിയായിരുന്നു. പലപ്പോഴും വേറെ കളിക്കാർ ഓപ്പൺ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരതിനു വേണ്ടി മാത്രം കളിച്ച പോലെയായിരുന്നു. അപ്പൊ ശരിക്കും മറ്റേ ബാക്കി എല്ലാ മാച്ചും 103 മാച്ചും എന്തെങ്കിലും ഒരു കോൺസിക്വൻസ് ഉള്ള കളിയാണ്. അപ്പൊ അതിൽ അടിക്കണ ഗോളിനും അസിസ്റ്റിനും ഒക്കെ ഒരു വിലയുണ്ട്. ഇതിനൊരിക്കലും അതേ വിലയുണ്ടെന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അടുത്ത ചോദ്യം നമ്മുടെ ഈ പെലോട്ട മാജിക്കയുടെ ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ട് വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അഖിൽ പി വർഗീസ് ആണ് ചോദിക്കുന്നത്. കമൽറാം സജീവിന്റെ ദിലീപുമായുള്ള ഇന്റർവ്യൂകൾ പൊതുവിൽ വളരെ എൻഗേജിങ്ങും ഇൻഫോർമേറ്റീവുമാണ്. എന്ത് തരത്തിലുള്ള തയ്യാറെടുപ്പുകളും റിസർച്ചുമാണ് ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതിൽ നടത്തുന്നത്? ഏറ്റവും മികച്ച ഇൻസൈറ്റ്സ് പുറത്തു കൊണ്ടുവരാൻ എങ്ങനെയാണ് സാധിച്ചിരുന്നത്? ഇതിന് ഉത്തരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ദിലീപിന്റെ ഫുട്ബോൾ എന്ന് മാത്രമല്ല, സ്പോർട്ടിൽ ഏത് തരത്തിലുള്ള സ്പോർട്ടിലും ഉള്ള അറിവും അതിൻ്റെ ആഴത്തിലുള്ള അറിവാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ ഒരാളോട് ഞാൻ സംസാരിക്കുമ്പം, ഇപ്പം സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം നമ്മൾ ഏതാണ്ട് ട്രൂ കോപ്പി തുടങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ച് വരുന്നുണ്ട്. ഇപ്പം പ്രീമിയർ ലീഗ് ആയാലും ചാമ്പ്യൻസ് ലീഗ് ആയാലും വേൾഡ് കപ്പ് ക്രിക്കറ്റ് ആയാലും ഒക്കെ തന്നെ നമ്മൾ പല തരത്തിലുള്ള സംഗതികൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്ര ഫ്രീക്വൻ്റ് ആയിട്ടില്ല എന്ന് മാത്രം. അപ്പം അങ്ങനെ ആ ഒരു സംസാരത്തിനിടയിൽ നമ്മൾ പഠിക്കുന്ന ഒരു സാധനമുണ്ട്. കാരണം ദിലീപിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എത്രമാത്രം ഇൻഡെപ്ത് ഉള്ളതാണെന്ന്. അപ്പം അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ നടത്തേണ്ടതായിട്ടുള്ള ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളിരുന്ന് സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല. ഇപ്പം എൻ്റെ ഒരു അറിവ് പ്രദർശിപ്പിക്കാനുള്ള സ്ഥലവുമല്ല ഇത്. അപ്പം ദിലീപിൻ്റെ ആ ഒരു അകത്തുള്ള സാധനം മൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പം അതിന് നല്ല ചോദ്യങ്ങൾ വേണം. അപ്പം അങ്ങനെ മാത്രമല്ല, ഒരു സാധനത്തിനും ഒരു പ്രിപ്പയർ ചെയ്തിട്ടുള്ള സംഗതിയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ദിലീപിനോട് ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ ദിലീപിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് മൊമെൻറ്റ്സ് ഇതിൽ ചോദിച്ചിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ഉത്തരം കിട്ടുകയില്ല. കാരണം അതിൽ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു മനസ്സ്, അതായത് എത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ റൈറ്ററെ നമ്മൾ അഭിമുഖീകരിക്കും ചെയ്യേണ്ട ഹോംവർക്ക്. അതായത് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഈ പ്രായത്തിലും ഒരു ട്രെയിനി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അധ്വാനിച്ചിട്ടാണ്, അധ്വാനം തന്നെയാണ് പറയുക. കാരണം വെച്ചാൽ വെറും പാഷൻ ഉണ്ടായതുകൊണ്ട് മാത്രം നമുക്ക് നല്ല ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാനാവില്ല. അപ്പം ദിലീപിൻ്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് പഠിച്ചിട്ട് ഇരുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. കളി കാണുക എന്നുള്ളത് മാത്രമല്ല, കളിയെക്കുറിച്ച് പഠിക്കുക, എന്നതിന് ശേഷം ദിലീപിനോട് ചോദിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ അകത്തൊരു രീതി. ദിലീപിനും കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ് നമുക്ക് വന്ന ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങളൊക്കെ. ചോദ്യങ്ങളാണ് എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചിട്ടുള്ളത്. ശരിക്കും ഈ ഒരു ഷോ ചെയ്ത് പോവാൻ വളരെ എളുപ്പം. ഇപ്പം എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ 10-11 മണിക്ക് വരും, 10 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും, അത് ഉത്തരം പറയും, പോവുക. അത് വളരെ എളുപ്പം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഈ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു 40 ദിവസമായിട്ട് കിട്ടിയിട്ടുള്ള ചോദ്യങ്ങൾ പലതും വളരെയധികം ആലോചിച്ച് ഉത്തരം പറയേണ്ടി വന്നിട്ടുള്ള ചോദ്യങ്ങൾ, അത്രയും ഡെപ്ത് ഉള്ള ക്വസ്റ്റ്യൻസ്. അതിപ്പോൾ എന്താ പറയുക, സോഷ്യോ പൊളിറ്റിക്കൽ ഇതായിരിക്കും, മറ്റേ സാമ്പത്തികമായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടോ ഒരു രാജ്യത്തിൻ്റെ സക്സസ്സിൽ, അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ പ്ലേയിങ് ശൈലികളെ പറ്റി വളരെ ആഴത്തിൽ ആൾക്കാർ ചിന്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. പിന്നെ ഓരോ രാജ്യങ്ങളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം എങ്ങനെ കളിയെ സ്വാധീനിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ. ഞാൻ ആരുടെ നേരെയും വിരൽ ചൂണ്ടല്ല. പക്ഷെ പലപ്പോഴും ഫുട്ബോൾ ചർച്ച എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ മാത്രമല്ല, അത് വെറും ഒരു ബൈനറി
മെസ്സിയാണോ റൊണാൾഡോ ആണോ എന്നുള്ളൊരു ചർച്ചയായി മാത്രം മാറിയിട്ടുണ്ട്. അത് വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ ബോറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്നുവെച്ചാൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ വലിയൊരു ഓഷനാണ് ശരിക്കും, അതിൽ എത്രയോ കാര്യങ്ങളുണ്ട്. അപ്പം ഈ ചോദ്യങ്ങൾ കിട്ടിയപ്പോൾ ശരിക്കും വളരെ സന്തോഷമായിരുന്നു. ഇത്രയും നല്ല ചോദ്യങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ ദിവസവും കിട്ടിയിട്ടുമുണ്ട്.